ഹായ് ഹലോ, എന്ത് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ കുറേ നാളായിരിക്കണം കേട്ടോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായിരിക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ വല്ല രീതിയിലുള്ള മടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ നാളെ നാട്ടിൽ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ എന്താ പറയുക, ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്നല്ല കേട്ടോ, നാളത്തെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഇപ്പം തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി അങ്ങോട്ട് കമത്തി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ ഓർഡർ ചെയ്ത് വെക്കാമല്ലോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വരുമ്പോഴത്തേനും ഫുള്ള് പൂപ്പലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടേക്കൊന്ന് തുടച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും അല്ലല്ലോ. ഇത് ഇനിയിപ്പോൾ കാലത്ത് ഇങ്ങനെ എടുത്ത് വെച്ച പാത്രങ്ങളെല്ലാം മാറ്റി വയ്ക്കുകയും ചെയ്യുക. പിന്നെ അങ്ങനെ കുറച്ച് പ്ലാസ്റ്റിക്കുകൾ അങ്ങനെ എല്ലാം പാടെ ഒരു കവറിലിട്ട് അങ്ങോട്ട് വെച്ചു കേട്ടോ. അതിന് എടുത്തിട്ട് പോവുകയാണെങ്കിൽ തന്നെ അവർക്ക് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എല്ലാം അവിടെ കൊണ്ട് വയ്ക്കുകയും ക്ലീനാക്കുകയൊക്കെ ചെയ്തു. അത് കഴിയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നേരത്തെ നാളെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 മണിക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമെന്ന് അറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉറക്കത്തിന് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ആ ടൈമിൽ എണീക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും 6 മണിക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ ഇവിടേക്ക് ഒന്ന് വേഗം ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ഇങ്ങനെ കൂറ ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. കുറച്ചല്ല, ഇടയിൽ രാത്രിയിലൊക്കെ വരലുണ്ട്. അപ്പോൾ അതിനുള്ള മരുന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണയായിട്ട് ആ മരുന്നൊന്നും ഇവിടെ അടിക്കലില്ല കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടി കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അങ്ങനെ എല്ലായിടത്തും അടിച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവയും കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട്, കുട്ടികളുടെയും ഈ കാടയൊക്കെ കുറച്ച് എടുത്ത് വെക്കാണ്ട്. അപ്പോൾ ഓർമ്മ വന്ന തന്നെ വേഗം പോയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുക കേട്ടോ. എല്ലാം എടുത്ത് വെക്കുന്നൊന്നുമില്ല, പക്ഷേ മറക്കൂ എന്നുകൊണ്ട് പേടിയുണ്ടാവുമല്ലോ. ആ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ എന്തായാലും മറക്കും. ഓർമ്മയോടെ എടുത്തിട്ട് പോകാമെന്ന് കരുതിയ സാധനം ഉറപ്പായിട്ട് ഞാൻ മറന്നിട്ട് പോകലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് ഇനി പോകാമെന്ന് വിചാരിക്കുന്നു. കാലത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. പറഞ്ഞ ടൈമൊന്നുമല്ല, വല്ലാണ്ട് ലേറ്റായി കേട്ടോ. അങ്ങനെ ഇതേ അൽഹാൻ്റെ ഉറക്കം തന്നെ നേരെ മാർഗം ശരിയായിട്ടില്ല. അവനെ വേഗം എണീപ്പിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാട്ടോ അങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും കേട്ടോ അവിടെ എത്താനായിട്ട്. പക്ഷെ തനിച്ച് നാട്ടിലേക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ വരും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ കുറേ ടൈം ആവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ എന്തായാലും വീട് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ചായക്കട കണ്ടത്. ശരി എന്നാൽ കയറി കഴിക്കാമെന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് കയറിയത് കേട്ടോ. ചായ കഴിക്കാൻ വേണ്ടി വന്നു, പക്ഷെ ഞങ്ങളിത് ഇങ്ങനെയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ.